കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. കർത്താവേ നിൻ പാദത്തിൽ. സുഭാഷിതം യിരെമ്യാ പ്രവചനം 42 അധ്യായത്തിന്റെ 19 വാക്യം. യഹൂദയിൽ ശേഷിപ്പുള്ളവരെ, നിങ്ങൾ മിസ്രയീമിൽ പോകരുത് എന്ന് യഹോവ കൽപ്പിക്കുന്നു. ഞാൻ അത് ഇന്ന് നിങ്ങളോട് സാക്ഷീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. The Lord has said concerning you, O remnant of Judah, do not go to Egypt. Know certainly that I have admonished you this day. ബാബിലോണ്യ സൈന്യം യഹൂദ ജനത്തെ അടിമകളായി കൊണ്ടുപോയപ്പോൾ ദേശത്തിലെ എളിയവരായ ഒരു കൂട്ടത്തെ അവർ വിട്ടേച്ചുപോയി. ഇവർ മിസ്പ എന്ന ദേശത്ത് പാർത്തിരുന്നു. ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസറിന് യിരെമ്യാവിനോട് പ്രീതി തോന്നിയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ദേശത്തിലെ ഇഷ്ടമുള്ളിടത്ത് പാർക്കുവാനുള്ള അനുവാദമുണ്ടായിരുന്നു. യിരെമ്യാവ് എളിയവരായ ഈ ജനത്തോട് ചേർന്ന് മിസ്പയിൽ പാർത്തു വന്നു. ആ ദേശത്തിലെ സർവ്വജനവും ചേർന്ന് യിരെമ്യാവിന്റെ അടുക്കൽ വന്നിട്ട് യഹോവയിൽ നിന്നുള്ള അരുളപ്പാട് അവരെ അറിയിക്കണമെന്ന് അപേക്ഷിച്ചു. 6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കും എന്ന് പറഞ്ഞു. യിരെമ്യാവ് ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. 10 ദിവസത്തിനു ശേഷം യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. 10-11 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണിയുകയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കണ്ട. നിങ്ങളെ രക്ഷിപ്പാനും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ളതായിരുന്നു അരുളപ്പാട്. എന്നാൽ ഈ ജനം മിസ്രയീമിലേക്ക് ഓടിപ്പോകുവാനുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. സകലതും അറിയുന്ന ദൈവം യിരെമ്യാവിൽ കൂടെ വീണ്ടും യഹൂദ ജനത്തോട് സംസാരിക്കുന്നതാണ് നാം വായിച്ച വാക്യം. 21 വാക്യത്തിൽ യിരെമ്യാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളോ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഞാൻ മുഖാന്തരം അവൻ നിങ്ങളോട് അറിയിച്ച കാര്യമൊന്നും അനുസരിച്ചിട്ടില്ല. ഇതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിച്ചിരിക്കുന്നു. ഇവിടെ ജനം ചെയ്തത്, അവര് ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ദൈവത്തിന്റെ ആലോചനയ്ക്കായി പ്രവാചകനെ സമീപിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നാമും ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? നമ്മുടെ ആഗ്രഹവും ഇഷ്ടവും അനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം അതിനായി നാം പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അങ്ങനെ ചെയ്തു തരണമേ എന്ന് അപേക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്? എല്ലാ മനുഷ്യരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്നോ അവിടുത്തെ പ്ലാൻ എന്താണെന്നോ അന്വേഷിക്കാതെ അവരവരുടെ സൗകര്യത്തിനും ആഗ്രഹത്തിനും അനുസരണമായി ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ? നമ്മുടെ ഇഷ്ടത്തിന് ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമല്ലേ നമ്മുടെ കയ്യിലുള്ളത്? തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അത് ദൈവവചനത്തിന് അനുസൃതമാണോ എന്ന് ചിന്തിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ദാവീദ് പറയുന്നത്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളതാകുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും സകല പ്രവർത്തനങ്ങളും അവിടുത്തെ ഹിതപ്രകാരമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എല്ലാം ഞാനേകിടും മാനസം ദേഹി
ചെയ്തിടുവാ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടും മാനസം ദേഹിദേഹം നിൻഹിതം ചെയ്തിടുവാ എന്നെ സമർപ്പിക്കുന്നു.